എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് +1 കെമിസ്ട്രിയുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിൻ്റെ ഒരു റിവിഷനാണ്. അതായത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പാർട്ടായിട്ട്. പിന്നെ ഇതുകൂടാതെ NCERT പ്രോബ്ലംസും NCERT എക്സസൈസും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 3 വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു റിവിഷനാണ്. അപ്പോൾ നമുക്ക് റിവിഷനിലേക്ക് പോകാം. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ആ ഒരു ചാപ്റ്ററിലാണ് ഓക്കെ നമ്മളപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിൻ്റെ റിവിഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെന്നിറങ്ങിയത് ആറ്റം മോഡൽസിലേക്കാണ്. ആറ്റം മോഡൽസ് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ മറ്റ് വീഡിയോ ഞങ്ങളുടെ നോട്ട്സ്, ഞങ്ങളുടെ NCERT എക്സ്പ്ലനേഷൻ പോയി കാണുക. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഈ ചാപ്റ്ററിൻ്റെ റിവിഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ പോയത് അറ്റോമിക് മോഡൽ, ആറ്റം മോഡൽസിലേക്കായിരുന്നു. ഒന്നാമതായിട്ട് നമ്മൾ ജെ തോമസിന്റെ പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം എക്സ്പ്ലെയിൻ ചെയ്തു. അവിടെ നമ്മൾ പഠിച്ചത് പോസിറ്റീവ് ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇലക്ട്രോൺസ് അതിൻ്റെ നെഗറ്റീവ് ചാർജ് അതിനെ എംബഡ് ചെയ്തപ്പെട്ട് കാണപ്പെടുന്നു, അതിന് ചുറ്റും അറൗണ്ട് ചെയ്ത് കാണപ്പെടുന്നു. ഒരു വാട്ടർ മെലൺ അല്ലെങ്കിൽ റൈസിംഗ് പുഡിൻ മോഡൽ പോലെ ഒക്കെ കാണപ്പെടുന്ന ഒരു എന്തെടുത്താലും ഒരു ലഡുവിനകത്ത് മറ്റേ മുന്തിരി പറ്റിപ്പിടിച്ചിരിക്കുന്ന കൂട്ടുള്ള ഒരു സെറ്റപ്പ്. ഓക്കെ അപ്പോൾ അതായിരുന്നു നമ്മുടെ എന്തൊരു മോഡൽ, ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം. ഇനി രണ്ടാമത് പഠിച്ചത് റുദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ആയിരുന്നു. റുദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിൽ പഠിച്ചത് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആയിരുന്നു. ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിൽ ആൽഫ പാർട്ടിക്കിൾസ് ഹൈ വെലോസിറ്റിയിൽ ഗോൾഡ് ഫോയിലിലേക്ക് പാസ് ചെയ്യുകയും ആ ഗോൾഡ് ഫോയിൽ ഉണ്ടാവുന്ന പുള്ളിക്കാരൻ ആദ്യം ഒബ്സർവേഷൻ നോക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരന് മനസ്സിലായി മോസ്റ്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് അതിലെ കൂടെ കടന്നുപോയി. കുറച്ച് സം പാർട്ടിക്കിൾസിന് ചെറിയ ഡീവിയേഷൻസ് ഉണ്ടായി. വെരി ഫ്യൂ പാർട്ടിക്കിൾസ് ബൗൺസ് ബാക്ക് ചെയ്തു. അതിൽ നിന്ന് പുള്ളിക്കാരൻ എത്തിയ കൺക്ലൂഷൻസ് ആയിരുന്നു അതിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തത്. അതായത് മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം എംപ്റ്റി എന്ന് പറഞ്ഞു. അതുപോലെ സം പാർട്ടിക്കിൾസിന് ചെറിയ ഡീവിയേഷൻ ഉണ്ടായതിന് കാരണം പ്രോട്ടോണിന്റെ റിപ്പൾസീവ് ഫോഴ്സ് ആണ്. ഡ്യൂ ടു ദി ഇന്ററാക്ഷൻ ഓഫ് റിപ്പൾസീവ് ഫോഴ്സ് ആണ്. അപ്പോൾ അടുത്ത മൂന്നാമത്തേത് പറഞ്ഞു ചിലത് ബൗൺസ് ബാക്ക് ചെയ്തതിന് കാരണം ഡ്യൂ ടു ദി ഡയറക്റ്റ് കൊളിഷൻ ഓഫ് ന്യൂക്ലിയസ് എന്നതായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും പുള്ളിക്കാരൻ തൻ്റെ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തു. റുദർഫോർഡിന്റെ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തു. അതിനകത്തൂടെ ആദ്യം പറഞ്ഞത് പോസിറ്റീവ് ചാർജ് മോസ്റ്റ് ഓഫ് ദി മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ ഡെൻസ് ആയിട്ട് ചെറിയ ഒരു കോൺസെൻട്രിക് ആയിട്ടാണ്. അതിന് പറയുന്ന പേര് ന്യൂക്ലിയസ് എന്നാണെന്ന് പറഞ്ഞു. ഇനി ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് സർക്കുലാർ പാത്തിൽ റിവോൾവ് ചെയ്യുന്നു ആസ് ലൈക്ക് ഫോർ സോളാർ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു. ആസ് ലൈക്ക് ഫോർ എന്നൊന്നും അല്ല, സോളാർ സിസ്റ്റത്തിന്റെ കൂട്ട് കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു. അടുത്ത ഇലക്ട്രോൺസും ന്യൂക്ലിയസും ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന ഒരു കാര്യം കൂടെയാണ് പറഞ്ഞത്. അപ്പം അതിനുശേഷം റുദർഫോർഡിന്റെ ഡ്രോബാക്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓക്കെ, റുദർഫോർഡിന്റെ ഡ്രോബാക്സും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി കനോട്ട് എക്സ്പ്ലെയിൻ ദി എനർജി ഓഫ് ദി ആറ്റം, അതുപോലെ സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം, അതുപോലെ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഒന്നും നല്ല രീതിയിൽ പറയാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു നമ്മുടെ റുദർഫോർഡിന്റെ പോരായ്മ. പിന്നെ അടുത്ത സെക്ഷനിൽ നമ്മൾ ബോർ മോഡലിലേക്കുള്ള ഒരു എക്സ്റ്റൻഷൻ ആണ് പഠിച്ചത്. എങ്ങനെയാണ് ബോർ ആറ്റം മോഡലിലേക്ക് എത്തിയത്? അതിലൂടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന കാര്യമായിരുന്നു. അതിലൂടെ നമ്മൾ ഒരു ഇക്വേഷനിലെത്തി C = ന്യൂ ലാംഡ അല്ലെ, C = ന്യൂ ലാംഡ എന്ന ഒരു ഇക്വേഷനിൽ എത്തിയിട്ട് അതിന്റെ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു. പിന്നെ അടുത്ത സെക്ഷനിലോട്ട് പോയപ്പോഴത്തേക്ക് നമ്മൾ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന സെക്ഷനിലോട്ടാണ് പോയത്. പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അതിൽ നമ്മൾ പഠിച്ചത് ആദ്യമായിട്ട് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ആണ്. ബ്ലാക്ക് ബോഡി എന്നാൽ എന്താണ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്നാൽ എന്താണ്? ബ്ലാക്ക് ബോഡി എന്നാൽ എല്ലാ ഫ്രീക്വൻസിയിലും ഉള്ള റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യാനും എമിറ്റ് ചെയ്യാനും കഴിവുള്ള പ്രോപ്പർട്ടി ഉള്ള ഐഡന്റിക്കൽ ഒബ്ജക്റ്റുകൾക്ക് പറയുന്ന പേരാണ് ബ്ലാക്ക് ബോഡി. ഇനി ബ്ലാക്ക് ബോഡി ഇത്തരത്തിൽ എല്ലാ ഫ്രീക്വൻസീസ് ഉള്ള റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് അത് എമിറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. അതുപോലെ പഠിച്ചൊരു കാര്യമാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. പ്ലാങ്ക്സ് പറഞ്ഞത് എനർജി അല്ലെങ്കിൽ മൂവ് ചെയ്യപ്പെടുന്നത് ക്വാണ്ടൈസ്ഡ് ആയിട്ടാണ്, ഒരു എനർജി പാക്കറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിലൂടെ വന്ന ഇക്വേഷൻ ഉണ്ട് E = hν. അപ്പോൾ hν വെച്ചിട്ട് ν = c/λ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺവേർഷൻ വെച്ചിട്ട് E = h × c/λ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ ചെയ്യുകയുണ്ടായി.
അതിനുശേഷമാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്നൊരു ഇഫക്റ്റിലേക്ക് വന്നത്. വേണ്ടുന്ന ഫ്രീക്വൻസിയുള്ള ലൈറ്റ് ഒരു മെറ്റൽ സർഫസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന പ്രോസസ് ആണെന്ന് പഠിച്ചു. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നത് ഹെൻറിച്ച് ഹെഡ്സ് സയൻറ്റിസ്റ്റ് ആണ്. ഹെൻറിച്ച് ഹെഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, there is no time lag between the incidental light and the electron emission. അത് ഒന്നാമത്തെ ഹെൻറിച്ച് ഹെഡ്സിന്റെ പോയിന്റ് ആയിരുന്നു. ഇനി രണ്ടാമത് ഹെൻറിച്ച് ഹെഡ്സ് അഗെയിൻ പറഞ്ഞു ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എത്രത്തോളം ഉണ്ടാവുന്ന സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറഞ്ഞു. മൂന്നാമത് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്നൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു. ത്രഷോൾഡ് ഫ്രീക്വൻസി എന്നാൽ എന്താണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്? ഇറ്റ് ഈസ് ദി മിനിമം ഫ്രീക്വൻസി ഫോർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷന് വേണ്ടുന്ന മിനിമം ഫ്രീക്വൻസി അതിന് പറയുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. അത് വെച്ചിട്ടുള്ള ഐൻസ്റ്റീൻ്റെ ഒരു ഇക്വേഷനും കൂടെ പഠിച്ചു. എന്താണ്? ½ mv² h/0 ആണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ഈ ഒരു എക്സ്പ്ലനേഷന് ആൽബർട്ട് ഐൻസ്റ്റീന് നോബൽ പ്രൈസ് കിട്ടിയ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഒരു കാര്യമായിരുന്നു നമ്മൾ ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ അത് മാത്രമല്ല ഇന്ന് ലൈൻ സ്പെക്ട്രം അതിൻ്റെ ഇക്വേഷനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പം അതിനുശേഷമാണ് നമ്മൾ ബോർ ആറ്റം മോഡലിലേക്ക് വന്നത്. ബോർ ആറ്റം മോഡലിന്റെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഓർബിറ്റിനെ ഡിഫൈൻ ചെയ്തു എന്നുള്ള ഒരു കാര്യമായിരുന്നു അല്ലേ? ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഫിക്സഡ് സർക്കുലർ പാത്തിൽ കറങ്ങും. അതിനെ ഓർബിറ്റ് എന്ന് വിളിച്ചു. ഓരോ ഓർബിറ്റലിന്റെയും എനർജി ലെവൽ കോൺസ്റ്റന്റ് ആയതുകൊണ്ടിട്ട് അതിനെ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് നീൽസ് ബോർ വിളിച്ചു. നീൽസ് ബോറിന്റെ പോസ്റ്റുലേറ്റ്സ് ആണ്. അതുപോലെ തന്നെ അടുത്ത കൺസെപ്റ്റാണ് നീൽസ് ബോറിന്റെ പോസ്റ്റുലേറ്റ്സ്. ഒരു ഇലക്ട്രോണിന് എനർജി കിട്ടുമ്പം ആ ഇലക്ട്രോൺസ് ഹയർ സ്റ്റേറ്റിലേക്ക് പോവുകയും ഒരു ഇലക്ട്രോൺ ഹയർ സ്റ്റേറ്റിലിരിക്കുമ്പം അതിൻ്റെ എനർജി ലോസ് ചെയ്താൽ അത് ലോവർ സ്റ്റേറ്റുകളിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനുശേഷം ബോറിൻ്റെ ഫ്രീക്വൻസി കണ്ടീഷനായിട്ടുള്ള E2 - E1/h എന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഒരു എനർജി ട്രാൻസിഷൻ E2-ൽ നിന്ന് E1-ലേക്ക് വരുമ്പോഴുണ്ടാവുന്ന ഫ്രീക്വൻസി കണ്ടീഷൻ E2 - E1/h എന്ന ആ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ബോസിന്റെ ആംഗുലാർ മൊമെന്റത്തിന്റെ ആ ഒരു പോയിന്റ് പഠിച്ചു. ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്ന ഇക്വേഷൻ. അത് ബോർസിന്റെ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ ആണ്. n/2π h/2π എന്ന് പറഞ്ഞ കണ്ടീഷൻ. അപ്പോൾ ബോർസിന്റെ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ ആയിട്ടുള്ള ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു ദി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് nh/2π എന്നൊരു കാര്യം പഠിച്ചു. അത്രയും പഠിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജന്റെ ഇക്വേഷനിലേക്കാണ്. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജന് അറ്റോമിക് സ്പെക്ട്ര, അതിന്റെ ലൈൻ സ്പെക്ട്ര, അറ്റോമിക് സ്പെക്ട്രത്തിന്റെ ലൈൻ സ്പെക്ട്ര എടുക്കുമ്പോഴത്തേക്ക് ഡിഫറെന്റ് റീജിയൻസ് കണ്ടു. ലൈമാൻ, ബാൽമർ, ഫാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് ഇങ്ങനെ 5 ഡിഫറെന്റ് ലൈൻ സ്പെക്ട്രംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് അത് വെച്ചിട്ട് എങ്ങനെ വേവ് നമ്പറോ അല്ലെങ്കിൽ വേവ് ലെങ്തോ കണ്ടുപിടിക്കാം എന്ന ഒരു റിലേഷൻ നമ്മൾ പഠിച്ചു. ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1/λ ഇസ് ഈക്വൽ ടു റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഇൻറ്റു 1/n1² മൈനസ് 1/n2² എന്നത് പഠിച്ചു. n1 n2 ഓരോ ട്രാൻസിഷൻ സ്റ്റേറ്റുകളാണെന്ന് പഠിച്ചു. അതിനുശേഷം ബോർ മോഡലിന്റെ ലിമിറ്റേഷൻസ് പഠിച്ചു. ബോർ മോഡലിന്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചത്. നമുക്ക് ഹൈഡ്രജൻ, ഫൈൻ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ ഒന്നും പുള്ളിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ സ്റ്റാർക്ക് ഇഫക്റ്റും സീമാൻ ഇഫക്റ്റും, അതായത് സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നീൽസ് ബോറിന് കഴിഞ്ഞില്ല. സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദി ഇലക്ട്രിക് ഫീൽഡിൽ പറയുന്ന പേരാണ് സ്റ്റാർക്ക് എഫക്റ്റ്. സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡിന് പറയുന്ന പേരാണ് സീമാൻ എഫക്റ്റ്. അപ്പോൾ സ്റ്റാർക്ക് എഫക്റ്റും സീമാൻ എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ നീൽസ് ബോറിന് കഴിഞ്ഞില്ല. അതായിരുന്നു പുള്ളിൻ്റെ. നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്ന സെക്ഷൻ ആയിരുന്നു. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷനും അതുപോലെ ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമാണ്. അതായത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററും ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്നാൽ അവിടെ ഡി ബ്രോഗ്ലീസിന്റെ വേവ് ഇക്വേഷൻ ആയിരുന്നു പഠിച്ചത്. λ = h/mv. അതിനുശേഷം നമ്മൾ ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പഠിച്ചു. അതായത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ സൈമിൾട്ടേനിയസ്ലി ആക്യുറേറ്റ്ലി എക്സൈറ്റ് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് എ മൈക്രോസ്കോപ്പിക് മൂവിംഗ് പാർട്ടിക്കിൾ. നമ്മൾ ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ പഠിച്ച് അതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ അവിടെ ചെയ്തിട്ടുണ്ട്. λ = h/mv. അതുപോലെ ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ Δx × Δp > h/4π എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് h/4π വന്നതും ബോർസിന്റെ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ ആയിട്ടുള്ള MVR = nh/2π, അത് രണ്ടും വന്നതിന്റെ വ്യത്യാസം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഓർബിറ്റൽ എന്ന ഒരു കൺസെപ്റ്റിലേക്കൊക്കെ നമ്മൾ പോയത്. അതിനുശേഷം നമ്മൾ ബോർ മോഡലിലേക്ക് വന്നു. ബോർ മോഡലിന്റെ ലിമിറ്റേഷൻസ് പഠിച്ചു. ബോർ മോഡലിന്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചത്.
അതുപോലെ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ സിഗ്നിഫിക്കൻസും അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്ന മോഡലിലേക്ക് പോയത്. ക്വാണ്ടം സയൻസിൽ ആദ്യമായിട്ട് ക്വാണ്ടം ഫിസിക്സിൽ ഇത്തരത്തിൽ ഇക്വേഷൻ കൊണ്ടുവന്നത്, അതിന്റെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഫണ്ടമെന്റൽ ഇക്വേഷൻ കൊണ്ടുവന്ന സയന്റിസ്റ്റിനെ ഒന്ന് പരിചയപ്പെട്ടു. സയന്റിസ്റ്റിന്റെ പേര് എന്തായിരുന്നു? സയന്റിസ്റ്റിന്റെ പേര് ഷോഡിഞ്ചർ എന്നായിരുന്നു. ഷോഡിഞ്ചറിന്റെ വേവ് ഇക്വേഷൻ പരിചയപ്പെട്ടു. ഷോഡിഞ്ചറിന്റെ വേവ് ഇക്വേഷൻ ഹാമിൽട്ടോണിയൻ സൈസിക്കൽ ഈസൈ എന്നാണെന്ന് പഠിച്ചു. അതിന്റെ വേരിയബിൾസിനെ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ പഠിച്ചത് അതിന്റെ സൊല്യൂഷൻ ആണ്. ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട് സൊല്യൂഷൻ എന്താണെന്ന്. പക്ഷേ സൊല്യൂഷൻ നമ്മൾ അന്നേരം സൊല്യൂഷൻ എന്താണെന്ന് ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. സൊല്യൂഷൻ ഇതിനുണ്ട്, നമ്മൾ ഹയർ സ്റ്റാൻഡേർഡിൽ പഠിക്കും എന്നതാണ് പറഞ്ഞത്. ഇത് നീറ്റ് എക്സാമിന്റെ ഒരു സ്ഥിരം ക്വസ്റ്റൻ ആയതുകൊണ്ട് നമ്മൾ ആ കാര്യവും അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0 എന്ന ആ ഡിറൈവ്ഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ചിട്ട് നമ്മളവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സിലേക്ക് വന്നത്. ക്വാണ്ടം നമ്പേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ക്വാണ്ടം നമ്പേഴ്സ് വിച്ച് എക്സ്പ്ലെയിൻ ദി സൈസ്, ഷേപ്പ് ആൻഡ് ഓറിയന്റേഷൻ ഓഫ് ദി ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം എന്ന് നമ്മൾ പഠിച്ചു. പ്രധാനമായിട്ട് 4 ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n, അത് ഷെല്ലിന്റെ സൈസിനെ സൂചിപ്പിക്കുന്നു പഠിച്ചു. ഡിഫറെന്റ് ടൈപ്സ് പഠിച്ചു. അടുത്ത അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഏത് ഓർബിറ്റലിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് പഠിച്ചു. ഓരോ ഓർബിറ്റലിന് വരുമ്പോഴും ഇന്ന വാല്യൂസ് ആണെന്ന് അവിടെ പഠിച്ചു. അതായത് എസിന് 0 ആണ്, പിന് 1 ആണ്, ഡിന് 2 ആണ്. ഇങ്ങനെയാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പേഴ്സ് ആയിട്ടുള്ള L എന്ന ലെറ്റർ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പഠിച്ചു. ഒരു ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ എക്സാക്ട് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളത് പഠിച്ചു. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന് -L മുതൽ +L വരെ ആയിരിക്കും വാല്യൂ എന്ന് പഠിച്ചു. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് M എന്ന ലെറ്റർ വെച്ചിട്ടാണെന്ന് പഠിച്ചു. അതിന്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു. അതിനുശേഷം സ്പിൻ ക്വാണ്ടം നമ്പർ എക്സ്പ്ലെയിൻ ചെയ്തു. സ്പിൻ ക്വാണ്ടം നമ്പർ ഒരെണ്ണം +12 ഒരെണ്ണം -12 ആണെന്ന് നമ്മൾ എത്തിച്ചേർന്നു. അപ്പൊ ഇത്രയും ഒരു കാര്യത്തിന് ശേഷം നമ്മൾ N+L റൂളാണ് പഠിച്ചത്. N+L റൂൾ പ്രകാരം 4s ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ 3Dയിൽ ഫില്ല് ചെയ്യൂ എന്ന ആ ഒരു N+L റൂള് പഠിച്ചു. അതിനുശേഷം ഒരു ആറ്റത്തിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 3 റൂൾസ് പഠിച്ചു. ഓഫ് പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഓഫ് പ്രിൻസിപ്പിൾ എന്നാൽ ഇലക്ട്രോൺസ് ഒരു ആറ്റത്തിൽ ആഡ് ചെയ്യപ്പെടുന്നത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയുടെ ഓർഡറിലായിരിക്കും. ചെറിയ എനർജിയുള്ള ഓർബിറ്റൽസിൽ ഫില്ല് ചെയ്തതിൽ മാത്രമേ ഹയർ എനർജിയിലോട്ട് പോകത്തുള്ളൂ എന്നൊരു കാര്യമാണ്. ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയുടെ ബേസിസിലാണ് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ആഡ് ചെയ്ത് പോകുന്നത് എന്നതാണ് ഓഫ് പ്രിൻസിപ്പിൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം. അടുത്ത പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഹാവിങ് 4 സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഹാവ് ദി സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് എന്നൊരു കാര്യമാണ്. ഒരു ഓർബിറ്റലിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ് ആണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. അതിനൊരിക്കലും 4 സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഈക്വലായി വരത്തില്ല. ഇപ്പൊ തന്നെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഫില്ലായിട്ട് സെയിം ഓർബിറ്റലിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിന് വന്നാലും അവിടെ സ്പിൻ ക്വാണ്ടം നമ്പർ തിരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നിയമമാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്നതിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോൺ സിംഗിളി ഒക്കുപ്പൈ ചെയ്തതിന് മാത്രമേ പെയറായിട്ട് ഒക്കുപ്പൈ ചെയ്യത്തുള്ളൂ എന്ന കാര്യം. അതായത് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റിക്കകത്ത് നമ്മൾ പറഞ്ഞു ഹാഫ് ഫിൽഡ് സ്റ്റേറ്റിൽ ഓരോ ഇലക്ട്രോൺ സിംഗിളി ഒക്കുപ്പൈ ചെയ്തതിന് ശേഷം മാത്രമേ പെയറിംഗ് ആയിട്ട് ഒക്കർ ചെയ്യത്തുള്ളൂ എന്നൊരു കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ NCERT എക്സ്പ്ലനേഷൻ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ള സ്റ്റുഡൻസിലേക്ക് എത്തിക്കുക. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ. എല്ലാവർക്കും അറ്റോമിക് സ്ട്രക്ചറിന്റെ റിവിഷൻ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം.